അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രൂയിസിലുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ചുറ്റുവട്ടത്തൊക്കെയുള്ള മനോഹരമായ ഒരു ചെറിയൊരു ഏരിയ നോക്കിയാൽ തന്നെ അവിടെയൊക്കെ പള്ളികളുടെ മിനാരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് കണ്ടില്ലേ, നമ്മൾ പോകുന്ന സമയത്ത് ഇത്തരം ചെറിയ ബോട്ടുകൾ കച്ചവട ആവശ്യങ്ങളുമായിട്ട് നമ്മൾ ഈ ക്രൂയിസിനെ സമീപിക്കും കേട്ടോ. കാരണം ചിലരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ക്രൂയിസിൻ്റെ മുകളിൽ കയറെറിഞ്ഞ് കുടുക്കിയിട്ട് അതിൻ്റെ കൂടെ വരും. അപ്പോൾ ക്രൂയിസ് സ്ലോ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ബിസിനസ്സുകൾ നടത്തും. അവരുടെ കയ്യിൽ തുണികൾ ഷാളൊക്കെ ഉള്ളത് അത് ഷിപ്പിലേക്ക് എറിഞ്ഞ് തരിക ചെയ്യുക. നമുക്ക് ആവശ്യമില്ലേ തിരിച്ച് അങ്ങോട്ട് എറിഞ്ഞ് കൊടുത്തേക്കാം. പിന്നെ കണ്ടില്ലേ, ഇത് നോക്കിയേ, ഇത് 2 ലെവൽ, ഒരു ഡാമുണ്ട് ഇവിടെ. അപ്പോൾ ഡാമിൻ്റെ ഒരു മോൾ ലെവലിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ വേറെ ലെവലായിരിക്കും. ആ ലെവലിലേക്ക് ഇവിടുന്ന് ഷിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ചാലിൽ കൂടി ഇപ്പോൾ നേരത്തെ പോയ ഷിപ്പാണ്. 2 ഷിപ്പുകൾക്ക് ഒരേ സമയത്ത് ആ ചാലിൽ കയറി പോവാം. ഇനി അത് പോയി കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് അതിന് ചില പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളെ ഷിപ്പ് അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. അത് ഞാൻ കാണിക്കട്ടോ എങ്ങനെയാണെന്നുള്ള. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഷട്ടറൊക്കെ അടച്ചു. നമ്മൾ ആ ടോപ്പിൽ ഏറ്റവും വെള്ളം കൂടിയ ഡാമിൻ്റെ ആ വെള്ളം കൂടിയ ഭാഗത്താണുള്ളത്. അതിൻ്റെ താഴേക്കുള്ളത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം അവിടെ കാലിയാണ്. ഈ ഷട്ടറിൻ്റെ അപ്പുറത്ത് വെള്ളമില്ല എന്ന് പറഞ്ഞാൽ താഴത്തെ ലെവലിലേക്കാണ് വെള്ളം ഉണ്ടാവുക. അപ്പോൾ അവിടേക്ക് ഇനി നമ്മളെ ഷിപ്പ് ശരിക്കും അവിടെ കയറ്റുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ താഴെ ഭാഗത്തുള്ള ഷട്ടർ അടയ്ക്കും. 2 ഭാഗം ഷട്ടർ ഉണ്ടാവും ഈ കനാലിന്. അപ്പോൾ ഇനി താഴെ ഭാഗത്തെ ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ മുകളിലെ ലെവലിൽ ഈ ഒരു കനാലിൽ വെള്ളം നിറയും. ഇപ്പോൾ കനാലിൽ വെള്ളം നിറഞ്ഞ് മുകളിലെ ഡാമിൻ്റെ ലെവലിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ നമ്മളെ മുന്നിൽ ഒരു ഷിപ്പ് പോയി, ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഷിപ്പും പോകും. കറക്റ്റ് ഒരു ഷിപ്പിന് കടന്നു പോകാനുള്ള ഒരു വീതി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കനാലിന്. അപ്പോൾ നമ്മളെ ഷിപ്പ് ഇതിൻ്റെ പിന്നാലെ തന്നെ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ തൊട്ട ബാക്കിൽ എത്തിയിട്ടോ. ഇനിയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ മുന്നിലുള്ള ഷട്ടർ മാത്രം അടച്ചതായിരിക്കും. അപ്പം ബാക്കിലുള്ള വെള്ളത്തിൻ്റെ ലെവലിൽ ഈ കനാലിൽ വെള്ളം നമുക്ക് കാണാൻ പറ്റും. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ വാളിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു മാർക്ക് കാണും വെള്ളം നിന്ന്. ഇതിപ്പം വെള്ളം അങ്ങനെ കുറഞ്ഞ് വരികയാണ്. നേരത്തെ നമ്മൾ കയറിയപ്പം ആ വൈറ്റ് സ്ഥലത്തായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്, പിന്നെയും കയറി. ഇത് ഏകദേശം ഒരു 18 മീറ്റർ വരെ ചില സമയത്ത് ഡെപ്ത് വരും. ഇന്നിപ്പോൾ 8 മീറ്റർ 9 മീറ്റർ ആ ഒരു ലെവലിലേ ഉണ്ടാവുള്ളൂ. കാരണം ഡാമിൽ വെള്ളം ഉള്ളത് കൊണ്ട് അത്രയും മതി. അപ്പോൾ ഇത്രയും ലെവൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു. ഈ ലെവലിലേക്ക് കുറയുമ്പോൾ ഇതെന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ബാക്കിലെ ഡാമിൻ്റെ ഏറ്റവും വെള്ളം കൂടിയ സ്ഥലത്തുള്ള ഷട്ടർ അടച്ചു. ഇത് അടച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ലെവലിൽ നിന്ന് നമ്മൾ താഴ്ന്ന് നമ്മളെ ഷിപ്പ് താഴ്ന്നിട്ട് താഴെ ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ ലെവലിലേക്ക് നമ്മളെ ഷിപ്പ് എത്തി. അങ്ങനെ നമ്മൾ കടന്നു പോവുക ചെയ്യുന്നത്. അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ഈ ഷട്ടർ അടയ്ക്കും. നമ്മൾ കടന്നു പോയ ഷട്ടർ അടച്ചിട്ട് ബാക്കിൽ ഏറ്റവും ടോപ്പിലുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റുള്ള ഷട്ടർ തുറക്കുക ചെയ്യുക. അപ്പോൾ മനസ്സിലായി കാണുന്നു കരുതുന്നത്. എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഈ നൈൽ നദിക്ക് കുറേ ഒത്തിരി ഡാമുകളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം നമ്മളെ ബാക്കിലുള്ള നമ്മൾ കനാലിൽ കയറിയ ഭാഗത്തുള്ള ആ ഷട്ടർ അടച്ചു കഴിഞ്ഞിട്ടു. അപ്പോൾ നമ്മൾ ഏറ്റവും ലോവർ ലെവലിലാണ് നമ്മളുള്ളത്. സമയം അങ്ങനെ വൈകുന്നേരമായി. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ടീ ടൈമാണ് ഇത്. ഇന്ന് വൈകുന്നേരം വരെ റൂഫ് ടോപ്പിലാണ് ടീ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടീ ഉണ്ട്, കോഫി ഉണ്ട്, കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സുധാർജിയെ ഒക്കെ സഹായത്തിന് അവിടെ കാണാം. അങ്ങനെ ഇപ്പം നമ്മൾ ഇന്ന് ലക്സോറിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഷിപ്പ് ലക്സോറിൽ നങ്കൂരിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് നമുക്കിനി പോകേണ്ടത്. ഇതിപ്പം 3-ാമത്തെ ദിവസം. ഇന്ന് രാത്രിയോട് കൂടി നമ്മളിവിടുത്തെ പരിപാടികളൊക്കെ തീരും. ഇന്ന് രാത്രി ഇവിടെ ഹാൾട്ട്, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ഈ ക്രൂയിസിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകും. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് കാണാനുള്ളതാണ് കർണാക് ടെമ്പിൾ. ആ ടെമ്പിളിൻ്റെ ഏകദേശം ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ക്രൂയിസ് നങ്കൂരിട്ടിരിക്കുന്നത്. ഈ ക്ഷേത്ര നടവഴിയിൽ കുറേ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളെ ഗൈഡാണ് കേട്ടോ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളെയൊക്കെ അവിടെ കാണാം നമുക്ക്. നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഈ വാക്കിംഗ് ഏരിയ വരെ ടൈല് പാകി വളരെ മനോഹരമാക്കിയൊരു സ്ഥലമാണിത്. ഇതാണ് കർണാക് ടെമ്പിൾ. പക്ഷെ കാണാൻ എളുപ്പമാണെങ്കിലും ഇതിൻ്റെ എൻട്രി ഗേറ്റ് ഇതിനൊരു റൗണ്ട് ചെയ്ത് വരണം. ഇതാണ് ലക്സോറിൻ്റെ ഒരു സിമ്പിൾ അവിടെ കാണാം. ഈ ടൗണിൻ്റെ നടന്ന് പോയിട്ട് അതിൻ്റെ ഒരു എൻഡിലാണ് ശരിക്കും നമുക്ക് കർണയിലേക്കുള്ള ടെമ്പിളിലേക്കുള്ള എൻട്രി കാണുന്നത്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ കർണാക് ടെമ്പിളിൻ്റെ മുന്നിലാണ് ഉള്ളത്. അവിടെ നല്ലൊരു വലിയൊരു ഗോപുരം കാണാം. അതിൻ്റെ അരിയിൽ തന്നെയായിട്ടൊരു പ്രവേശന കവാടം, വളരെ പുരാതനം തോന്നിക്കുന്ന തന്നെ ഒരു പ്രവേശന കവാടം കാണാം. ഒത്തിരി ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പകലും ആളുണ്ടാവും. നമ്മളിപ്പോഴാണ് എത്തിയത്. ഇപ്പോഴും ആളുകൾക്കൊന്നും ഒരു കുറവുമില്ല.
നന്നായിട്ട് ആളുകളുണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇത്തിരി വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ കർണാട് ടെമ്പിൾ. ഒരു കാലത്ത് ഇത് ഈജിപ്തിൻ്റെ ഏറ്റവും വലിയ ക്ഷേത്രമായിരുന്നു കർണാട് ടെമ്പിൾ. പ്രാചീന ഈജിപ്തിൻ്റെ മഹത്തായ സംസ്കാരങ്ങളിൽ ഒന്നാണ് കർണാട് ക്ഷേത്രം കേട്ടോ. ഈജിപ്തിലെ ഏറ്റവും വലിയ മതസമുച്ചയങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കർണാട് ക്ഷേത്രം. ലക്സോറിൽ നൈൽ നദിയുടെ കിഴക്കൻ തീരത്താണ് ഈ ഒരു നിർമ്മിതി ഉള്ളത്. ശരിക്കും ഇത് എക്നർ ഫറവോൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി തുടർന്ന് പല ഫറവോന്മാരും പട്ടോളമിക്കിൻ്റെ ഭരണകാലത്ത് കൂടെ ഒക്കെ ഇതിൻ്റെ നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഇത് സമർപ്പിച്ചിരിക്കുന്നത് അമുൻ ദേവനാണ്. അമുൻ ദേവന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം. പക്ഷെ അതിൻ്റെ അകത്ത് അമുൻ ദേവൻ്റെ ഭാര്യ, ദേവൻ്റെ മകൻ, ഇവർക്കും കൂടി ഇതിൻ്റെ അകത്ത് ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ക്ഷേത്രങ്ങളുണ്ട്. വലിയ പില്ലറുകൾ, വിശാലമായ അങ്കണങ്ങൾ, മനോഹരമായ ഇതൊക്കെ തൂണുകളൊക്കെ തന്നെ മനോഹരമായ ഹിപ്പോ സ്റ്റൈൽ ഹാള്, പിന്നെ കുറേ പുണ്യസ്ഥലങ്ങൾ എല്ലാം കൂടി കർണാട് ക്ഷേത്രം ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നമുക്ക് നൽകുക. 134 പരം ഉയർന്ന തൂണുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെയുള്ള ഭിത്തികളിൽ നിരവധി ഫറവോന്മാരുടെ ശില്പങ്ങളും ചിത്രങ്ങളും ചരിത്രവും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ക്ഷേത്രങ്ങളിലും ഇതേമാതിരിയുള്ളത് തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രാചീന ഈജിപ്തിൻ്റെ മതപരമായ കാര്യങ്ങൾക്കും ധാർമ്മിക ഉത്സവങ്ങൾക്കും ഒക്കെ ഒരു ആസ്ഥാനം കൂടിയായിരുന്നു ഈ കർണാട് ക്ഷേത്രം. ഇവിടെയുള്ള പ്രമാണങ്ങൾ ഈജിപ്ഷ്യൻ ദേവതകളുമായുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതെല്ലാം അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ. ലക്ഷക്കണക്കിന് ആളുകൾ വർഷം സന്ദർശിക്കുന്ന, വിനോദസഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ വിദേശികൾ സന്ദർശിക്കുന്ന ഒരിടം കൂടിയാണ് ഈ കർണാട് ക്ഷേത്രം. കൊനോസിൻ്റെ ഒരു സോനീർ കട നമുക്കിവിടെ കാണാം കേട്ടോ. കൊനോസ് ശരിക്കും ഒരു ബ്രാൻഡഡാണ്. എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം വിലയുണ്ട്, നല്ല ക്വാളിറ്റി സാധനങ്ങൾ ആയിരിക്കും. അപ്പോൾ 400-500 ഈജിപ്ഷ്യൻ പൗണ്ടാണ് ഈ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾക്കുള്ളത്. കണ്ടില്ല, നല്ല നല്ല പിരമിഡുകളുണ്ട്. ക്രൂയിസിലെ 4ാമത്തെ ദിവസം കാലത്താണ് ഇത്. ഇന്നലെ നമ്മൾ പോയ കർണാട് ടെമ്പിളാണിത്. ഇതിൻ്റെ അത്ര അടുത്താണ് നമ്മൾ ഇന്നലെ ഈ ക്രൂയിസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ക്രൂയിസിൽ നിന്നുള്ള അവസാന കാഴ്ച കാണാൻ നമ്മളിപ്പോൾ റൂഫ് ടോപ്പിലുള്ളത്. നൈൽ നദി പരന്ന് കിടക്കുന്നുണ്ട്. നമ്മളെ കൂട്ടാൻ നമ്മൾ ഡ്രൈവർ വന്നിട്ടോ. ഈ ലക്സോറിൽ നമുക്കിപ്പോൾ ഇന്ന് വേറെ വണ്ടിയാണ് വന്നിരിക്കുന്നത്. എല്ലാ വണ്ടിയും നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ്. നല്ല ടൗണുകളൊക്കെ മാറി, ലക്സോർ തെറ്റില്ലാത്തൊരു ടൗണാണ് കേട്ടോ. അപ്പോൾ ആ ടൗണിൽ നിന്നൊക്കെ മാറി നമ്മളിതാ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഒത്തിരി മിനാരങ്ങളുള്ള മോസ്കുകൾ കാണാം. നല്ല റോഡുകൾ, നല്ല വൃത്തിയുള്ള, ഈ ഭാഗത്തൊക്കെ നമുക്ക് കെയ്റോയിൽ കണ്ട മാതിരി അല്ല കേട്ടോ. നല്ല വൃത്തിയുള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇവിടുന്ന് എയർപോർട്ടിലേക്കുള്ള റോഡ് അവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായില്ല. അതിന് മുൻപ് നമുക്ക് വേറെ ലക്സോറിൽ ചില കാര്യങ്ങൾ കൂടിയൊക്കെ കണ്ടു തീർക്കാനുണ്ട്. ഇവിടെ ഇതൊരു റെയിൽ കണ്ടില്ല. നമുക്ക് കെയ്റോന്ന് ശരിക്കും ലക്സോറിലേക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ. പക്ഷേ ഒത്തിരി ടൈം എടുക്കും. നമ്മൾ ഫ്ലൈറ്റിലാകുമ്പോൾ ഒരു 1.25 മണിക്കൂറുള്ള ഫ്ലൈ ചെയ്യേണ്ടത് മറ്റേത് ഒരു 1/2 ദിവസത്തെ കൂടുതലെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ചെറിയൊരു പീരീഡിലേക്ക് വരുമ്പം ശരിക്കും കുറച്ച് കാശ് അധികമായാലും ഫ്ലൈറ്റ് തന്നെയായിരിക്കും അതിന് യോജിച്ചുണ്ടാവുക. വിസ്താരമേറിയ ഒരു കൃഷിപ്പാട് അത് അവിടെ കാണുന്നുണ്ട്. നല്ല പച്ചപ്പുണ്ട്. ഈ നൈൽ നദിയോട് ചേർന്ന്, അത് ഒരുപാട് ദൂരേക്കൊന്നും ഉണ്ടാവില്ല, നൈൽ നദി ചേർന്നുള്ള ഒരു ഭാഗങ്ങളിലൊക്കെയാണ് നല്ല കൃഷികളുള്ളത്. ജലസേചന സൗകര്യമാണ് അതിന് പ്രധാനം. ഇവിടെയൊക്കെ നന്നായിട്ട് കൃഷികളുണ്ട് കേട്ടോ. ഒത്തിരി നേരമായി നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇതിലെ കണ്ടില്ലേ, നൈലാണിപ്പോൾ കാണുന്നത്. ഈ നൈലിൻ്റെ തീരത്താണ് നമ്മൾ നേരത്തെ ആ കൃഷികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിൽ നൈലിന് വിട്ട് കഴിഞ്ഞാൽ, കുറച്ച് ദൂരം ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സ്ഥിതി ഇങ്ങനെയായിരിക്കും. എല്ലാം മൊട്ടക്കുന്നുകൾ, ഒരു മരുഭൂമികളാണ്. അവിടെ ഒന്നും ഒരു പച്ച പുൽത്തരി പോലും നമുക്ക് കാണാൻ പറ്റില്ല. നിറയെ ഇതേമാതിരിയുള്ള അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ കളറുള്ള തന്നെ മണ്ണുകളാണ് നമ്മളെ വരവേൽക്കുക. ഒത്തിരി ദൂരം നമ്മൾ യാത്ര ചെയ്തു. നമുക്കിനി പോകേണ്ട സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് പോകേണ്ടത് വാലി ഓഫ് ദി കിങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ശരിക്കും അതിൻ്റെ എൻട്രിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വാലി ഓഫ് ദി കിങ് ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇതാണ് ഇവിടെ നമുക്ക് ലക്സോറിൽ ഇന്ന് കവർ ചെയ്യാനുള്ളത്. അതേതായാലും ഞാൻ ഇതിൽ തന്നെ അത് ഉൾപ്പെടുത്തിയാൽ ഇത് വീഡിയോ കുറേ ലെങ്തി ആവും. അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്തതിൽ കാണാം. ഓക്കെ.